എല്ലാവർക്കും FM കാസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒട്ടുമിക്ക ഫോണിലും വരുന്നൊരു ഓപ്ഷനാണ് ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. എന്തിനാണ് ഫോക്കസ് മോഡ് യൂസ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നീ ഈ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ വരുന്ന മെസ്സേജസും കോളുകളൊക്കെ ഇവരുടെ ക്ലാസ്സിന് ഡിസ്റ്റർബ് ആകാറുണ്ട്. എന്നാൽ ഈ ഒരു മോഡ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ശല്യമില്ലാതെ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് എനിക്കിപ്പോൾ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യണം, എന്നാൽ അതേ സമയത്ത് വാട്സപ്പിൽ മെസ്സേജസോ അല്ല മറ്റ് ആപ്ലിക്കേഷൻസിൽ മെസ്സേജസ് ഒന്നും വരാൻ പാടില്ല. അതിന് സാധാരണ രീതിയിൽ നമ്മൾ നെറ്റ് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഒന്നും നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിത് മൊബൈലിൽ എങ്ങനെ നമുക്ക് സെറ്റിങ്സിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഇത് കാണാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പണായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസൊക്കെ ഇന്ന് എത്ര സമയം യൂസ് ചെയ്തു, എത്ര പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും കുറച്ചുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഫോക്കസ് മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഫോക്കസ് മോഡിൽ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഓഫ് ചെയ്ത് വെക്കേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വാട്സപ്പാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് വാട്സപ്പിൻ്റെ സൈഡിൽ കാണുന്ന ഈ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് സമയം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, ഏതൊക്കെ ദിവസങ്ങളാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇതിൽ കാണുന്ന ടേൺ ഓൺ നൗ എന്ന് പറഞ്ഞ ഈ ഓപ്ഷന് തൊട്ട് മുകളിൽ കാണുന്ന സെറ്റ് എ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ സ്റ്റാർട്ട് ടൈം, എൻഡ് ടൈം, അതുപോലെ ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം എന്നുള്ളത് നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ടൈം സെലക്ട് ചെയ്യുകയാണ്. അതായത് ഞാനൊരു 5 മണി മുതൽ 6 മണി മുതലാണ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്റ്റാർട്ട് ടൈം 5 PM ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം എൻഡ് ടൈം എത്ര മണിക്കൂർ വേണമെന്നുള്ളത്, നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ, നിങ്ങളുടെ ഇഷ്ടം. അതിനായിട്ട് ഞാനിവിടെ എൻഡ് ടൈം 6 മണി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 6:15, 6:30 അങ്ങനെ നമുക്ക് ഏതോ ഓപ്ഷൻ വേണം അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 6 PM ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്കിനി ഏതൊക്കെ ദിവസങ്ങളിൽ ഇത് ഓഫ് ചെയ്ത് വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാം. എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും സെറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ച മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞായറാഴ്ച മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തേഴ്സ്ഡേ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഡിസെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഡിസെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ തേഴ്സ്ഡേ മാത്രമായിട്ടാണ് ഇനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മുകളിൽ കാണുന്ന സെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 5 മണിക്ക് 6 മണിക്ക് ഇടയിലുള്ള സമയം ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ടേൺ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വാട്സപ്പ് ഓഫ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കിവിടെ നോക്കുമ്പോൾ അറിയാവുന്നതാണ് വാട്സപ്പിൻ്റെ ഐക്കണ് ഒരു ഗ്രേ കളറിൽ ആയിട്ടുണ്ട്. അതായത് വാട്സപ്പ് ഇപ്പോൾ ഓഫ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ മെസ്സേജസോ കോളുകളോ ഒന്നും വരുന്നതല്ല. അപ്പോൾ നമുക്കിത് വീണ്ടും ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് ആ ഒരു ഓപ്ഷനിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ടേൺ ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ കാണുന്ന ഈ ഒരു ഷെഡ്യൂൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് പുതിയൊരു ഷെഡ്യൂൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് മോഡിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതിന് എല്ലാവർക്കും ഗുഡ് ബൈ.